സിംഹമാരാണ്. Who's the lion? മൃഗങ്ങളുടെ He's the രാജാവ്. king of all animals in the jungle. എങ്ങനെയാണ് സിംഹം രാജാവായത്? How did the lion become the king? വലിപ്പം കൊണ്ടല്ല. It's not because he's big. വലിപ്പം കൊണ്ടായിരുന്നെങ്കിൽ ആനയാകണമായിരുന്നു. If it were because of bigness, it would have been the elephant. ശക്തി കൊണ്ടാണോ? Was it because of his power? ശക്തി കൊണ്ടായിരുന്നെങ്കിൽ കടുവയാകണമായിരുന്നു. If it was by power, it would have been a rhinoceros. ബുദ്ധി കൊണ്ടായിരുന്നെങ്കിൽ, if it was because of his brains, പാമ്പാകണമായിരുന്നു. it would have been the serpent. വികൃതി കൊണ്ടാകണമെങ്കിൽ കൊരങ്ങനാകണമായിരുന്നു. If it was because of activity, it would have been the monkey. സ്പീഡ് കൊണ്ടായിരുന്നെങ്കിൽ ചീറ്റയാകണമായിരുന്നു. If it was for velocity, it would have been the cheetah. എന്തുകൊണ്ട് സിംഹം രാജാവായി? How did the lion become the king? സിംഹത്തിന്റെ മേൽ അസാധാരണമായ ധൈര്യമുണ്ട്. Because the lion is brave and bold. അതിന്റെ നടപ്പ്, its walk, അതിന്റെ സ്റ്റൈൽ, its ധൈര്യത്തെ കാണിക്കുന്നു. it shows out greatness. ആരോ ഇങ്ങനെ പറഞ്ഞു, somebody said, സിംഹത്തിന്റെ അലർച്ചയിലാണ് കാര്യമിരിക്കുന്നത്. they said because of the roar of the lion, there's something in it. ഗർജനത്തിലാണ് കാര്യം. roar. It seems like it's something in his roar. അവന്റെ ഗർജനം. എല്ലാരും പറഞ്ഞിട്ട് ഗർജനം. Yes, come on, tell your neighbor, it's his roar. ഗർജനമാണ് അവന്റെ അതിരിനെ തീരുമാനിക്കുന്നത്. That is what decides his future. സിംഹത്തിന്റെ ഗർജനം 5 കിലോമീറ്റർ ദൂരെ വരെ യാത്ര ചെയ്യും. The roar of the lion travels 5 kilometers in every direction. അവൻ ചളിക്കവട്ടത്ത് നിന്നുകൊണ്ട് ഗർജിച്ചാൽ ഈ 5 കിലോമീറ്ററിലും ഗർജനം മുഴങ്ങും. അതിന്റെ അർത്ഥം ഈ ടെറിട്ടറി എന്റെ വകയാണ്. ഇതിനകത്ത് വേറെ ആർക്കും വരാൻ പറ്റുകയില്ല. It means 5 kilometers from where I am, nobody can come in there. ചിലർക്ക് മനസ്സിലായില്ല. Somebody didn't get it yet. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അലർച്ചി കൂവുക, അങ്ങനെയാണോ അതിന്റെ അർത്ഥം? Does that mean you're going to go home and shout and scream and howl? സിംഹത്തിന്റെ ഗർജനം പോലെയാണ്, like the roar of the lion, നിന്റെ സ്തുതി is your praise. ആരാധിക്കാൻ നീ തയ്യാറാകുമെങ്കിൽ, if you're ready to worship him, അടിസ്ഥാനങ്ങൾ ഇളകും. the foundations will shake. ചങ്ങലകൾ പൊട്ടും. chains will break. വാതിലുകൾ പൊളിയും. doors will open. ഇന്ന് പകൽ ചിലരുടെ ആരാധിച്ച അതിരുകൾ ഇടുന്നത് ഞാൻ കാണും. somebody worship today. ആരാധിച്ച അതിരിടാൻ പോകുകയാ നീ. if you worship, things are going to shake and tremble. ബൈബിൾ പഠിക്കുമ്പോൾ, if you read the Bible, അബ്രഹാം ചെന്നിടത്തെല്ലാം ഓൾട്ടർ പണിതു. you see wherever Abraham walked, he built an altar. ആ ഓൾട്ടർ പണിതിട്ട് അവൻ പോയി. പക്ഷേ പിന്നത്തേതിൽ അവന്റെ തലമുറ ആ ദേശം പിടിച്ചെടുത്തു. he went off after building those altars, but his descendants came and took over that territory. നീ ആരാധിക്കുമ്പോൾ, when you worship, അതിരുകൾ വീഴും. strongholds will break. ചിലർക്ക് ഇത് കോലാഹലമായി തോന്നും. some people think it's fun. ചിലർക്ക് ഇത് അലർജിയായി തോന്നും. some people are allergic to പക്ഷെ it. നിനക്കറിയാം, but you know, ഇത് ടൈം പാസ് അല്ല. it is not about passing the time. ഞാൻ അതിരുകളെ വിശാലമാക്കുക. I am going to expand my foundations.